നമ്മുടെ ഹെൽത്തി കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ചെയ്യുന്നത് ഒരു സാലഡാണ്. വളരെ രുചികരവും അതുപോലെ പോഷക ഗുണങ്ങളും നിറഞ്ഞൊരു സാലഡാണ് ഇന്ന് ചെയ്യുന്നത്. നമ്മുടെ ഈ ചാനലിൽ വിവിധ തരം സാലഡ്സ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബഹുമാന്യ സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹത്തിന്റെ ഒരു ചാനൽ ചർച്ചയിൽ ചോദിക്കുന്നുണ്ട്, നമുക്ക് ഒത്തിരി ഫുഡ് ബ്ലോഗേഴ്സ് ഉണ്ട്, പക്ഷെ ഒരു നല്ല സാലഡ് പ്രിപ്പറേഷൻ എങ്ങും കണ്ടിട്ടില്ല എന്ന് പറയുന്നു. അദ്ദേഹം ചോദിക്കുന്നതിൽ ഒത്തിരി അർത്ഥങ്ങളുണ്ട്. കാരണം എന്താ വെച്ചാൽ സാലഡ് എന്ന് പറഞ്ഞാൽ ഒരു സമ്പൂർണ്ണ ഫുഡാണ്. നമ്മൾ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യുന്ന ഹാർട്ടിനെ, ലിവറിനെ, അതുപോലെ തന്നെ കിഡ്നിയെ സപ്പോർട്ട് ചെയ്യുന്ന വളരെ നല്ലൊരു സാലഡ് പ്രിപ്പറേഷൻ ആണ്. അതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് 4 ഐറ്റമാണ്. ഒന്ന് 100 ഗ്രാം ക്യാരറ്റ്, 100 ഗ്രാം ക്യാപ്സിക്കം, 100 ഗ്രാം ബീൻസ്, 100 ഗ്രാം കാബേജ്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നമുക്കിതൊന്നും റോ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറികളല്ല. ക്യാരറ്റ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം നമ്മൾ ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് കാബേജിന് പകരം മറ്റു ക്രൂസിഫറസ് വെജിറ്റബിൾസ് ആയ ബ്രൊക്കോളിയോ കോളിഫ്ലവറോ ഉപയോഗിക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു ഐറ്റം എടുത്താൽ മതി. നമ്മുടെ ക്രൂസിഫറസ് വെജിറ്റബിൾസ് നമ്മുടെ തൈറോയിഡിന്റെ ഹോർമോൺ പ്രൊഡക്ഷനെ വളരെ നേരിയ തോതിലായിട്ട് അഫക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതിലൊരു കണ്ടന്റ് ഉണ്ട്, ഗ്ലൂക്കോസൈഡ്. ഈ ഗ്ലൂക്കോസൈഡ് നന്നായിട്ട് വിഘടിച്ചു പോകും നമ്മളൊന്ന് ചൂടാക്കുക അല്ലെ ഒന്ന് സോട്ട് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഈ ക്രൂസിഫറസ് വെജിറ്റബിൾസ് നമ്മുടെ ആഹാരത്തിൽ, അല്ലെങ്കിൽ തൈറോയ്ഡ് രോഗാവസ്ഥയുള്ളവർ വേണ്ടാന്ന് വെക്കരുത്. പക്ഷെ അവർ റോ ആയിട്ട് ഒരിക്കലും കഴിക്കരുത്. ഒന്ന് ചൂടാക്കി അല്ലെ വേവിച്ച് തന്നെ കഴിക്കുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. കാരണം വളരെ ആന്റി ക്യാൻസറസും വളരെ കിഡ്നി ഫ്രണ്ട്ലി ഒക്കെ ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് നമ്മുടെ എല്ലാ ക്രൂസിഫറസ് വെജിറ്റബിൾസും. ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ. കാരണം അത്ര മതിയാവും. ഒരു 2-3 പേർക്ക് നമ്മുടെ അത്താഴങ്ങളിലേക്ക് ഇതൊരു ഐറ്റമായിട്ട് നമ്മൾ പരീക്ഷിച്ച് നോക്കുക. കാരണം ഹാർട്ടിനും ലിവറിനും, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഹാർട്ടിനും ലിവറിനും അതുപോലെ കിഡ്നിയെ സപ്പോർട്ട് ചെയ്യുന്ന വളരെ നല്ലൊരു സാലഡാണ്. സാധാരണഗതിയിൽ കിഡ്നി രോഗികൾക്ക് എന്താണ് കഴിക്കേണ്ടതെന്നുള്ള ഒരു വളരെ സംശയമുണ്ട്. എന്നെ വിളിക്കുന്ന ഒത്തിരി ഡയറ്റ് പ്ലാനിന് വേണ്ടി വിളിക്കുന്ന എല്ലാ രോഗികൾക്കും കിഡ്നിയെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെ കിഡ്നി രോഗികൾക്ക് കഴിക്കാവുന്ന ആഹാരം എന്താണ് അവർക്ക് കഴിക്കാവുന്നതെന്നുള്ളത് വളരെ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ളൊരു നല്ലൊരു ഓപ്ഷനാണ് നമ്മുടെ ഇന്നത്തെ സാലഡ്. ഓരോ പച്ചക്കറികളെ കുറിച്ച് ചിന്തിക്കുവാണെങ്കിൽ ഞാൻ കാബേജിന്റെ കാര്യം പറഞ്ഞു നോക്കൂ. ക്യാരറ്റ് ആണ് നമ്മുടെ വിറ്റമിൻ എയുടെ ഭയങ്കര നല്ലൊരു സോഴ്സ് ആണ്. നമ്മുടെ കണ്ണിന്റെ കാഴ്ചയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന്റെ ഭംഗിക്കും, നല്ല സ്കിൻ ടോണൊക്കെ വളരെ നന്നാക്കാനായിട്ട് ക്യാരറ്റ് വളരെയധികം ഉപകരിക്കും. ഏറ്റവും ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു പച്ചക്കറിയാണ് നമ്മുടെ ബീൻസ്. നമ്മുടെ വയറിന്റെ ഹെൽത്തിനെ നമുക്ക് ദഹന വ്യവസ്ഥയൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പച്ചക്കറിയാണ്. അതുപോലെ തന്നെ കിഡ്നിക്കും വളരെ ഹെൽത്ത് കൊടുക്കുന്ന വളരെ കിഡ്നിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പച്ചക്കറിയാണ് നമ്മുടെ ബീൻസ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന റെഡ് കളറുള്ള ക്യാപ്സിക്കാണ്. നമുക്ക് പച്ച കളറുള്ള ക്യാപ്സിക്കം എടുക്കാം. ക്യാപ്സിക്കം നമുക്ക് വളരെ വിറ്റമിൻസ് റിച്ചും മിനറൽസ് റിച്ചുമാണ്. വളരെയധികം മിനറൽസും വിറ്റമിൻസ് ഒക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. വെയിറ്റ് ലോസിനായിട്ട് ട്രൈ ചെയ്യുന്നവര് ക്യാപ്സിക്കം നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നതും നന്നായിരിക്കും. അതുപോലെ തന്നെ ഭയങ്കര ആന്റി ക്യാൻസറസ് ആയിട്ടുള്ളൊരു പച്ചക്കറിയും കൂടെയാണ് ക്യാപ്സിക്കം. നമ്മൾ ഈ 4 പച്ചക്കറികൾ ഈക്വൽ ക്വാണ്ടിറ്റിയാണ് എടുക്കേണ്ടത്. നമ്മുടെ സാലഡിന് രുചിയും മണവും ഉണ്ടാകാനായിട്ട്, നല്ല രുചിയും മണവും നല്ല മണവും കിട്ടാനായിട്ട് നമ്മളൊരു തണ്ട് സെലറിയും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ ഈ പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഒരേ സൈസിൽ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ സാലഡ് പ്രിപ്പയർ ചെയ്യുന്നത് ജസ്റ്റ് സോട്ട് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നു, അത്ര ചെയ്യുന്നുള്ളൂ. അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് തവയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ നോൺ സ്റ്റിക്ക് എടുക്കുന്നതിന്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ അതിന്റെ തനതായ നിറം നമുക്കത് റിട്ടൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഒരു ടെക്സ്ചറൊക്കെ കറക്റ്റ് ആയിരിക്കും. നമ്മൾ സോട്ട് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഇതിലേക്ക് ഒലിവ് ഓയിലാണ് എടുക്കുന്നത്. വളരെ കുറച്ച് ഒലിവ് ഓയിൽ എടുത്താൽ മതി. കറക്റ്റ് ഒരു ടേബിൾ സ്പൂണോളം എടുത്താൽ മതിയാവും. ഒലിവ് ഓയിലിന് പകരം നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. നമ്മുടെ ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കാബേജ് ചേർക്കുകയാണ്. കാരണം ഞാൻ കാബേജ് ആദ്യം ചേർക്കുന്നത് അതൊന്നും കൂടെ നന്നായിട്ട് വാടിക്കോട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ്. അതിലേക്ക് ഇനി ക്യാരറ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ബീൻസ് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് നമ്മൾ കാപ്സിക്കം ചേർത്ത് കൊടുത്തു. നമ്മൾ ഇനി ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചക്കറികളൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വരാനായിട്ട്. നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സെലറിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക. നമ്മൾ പച്ചക്കറികളെല്ലാം ഒന്ന് ഇളക്കി അതിന് എല്ലാം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. നമുക്കിതിലേക്ക് മസാലയായിട്ട് നമ്മളൊരു 1/2 ടീസ്പൂൺ പെപ്പർ, കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടുതൽ എരിവ് വേണം, നമ്മൾ വേറെ ഒരു മസാല ഇതിൽ ചേർത്തിട്ടില്ല. കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് കൂടുതൽ കുരുമുളക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. നമുക്ക് പച്ചക്കറികളൊന്ന് നന്നായിട്ട് വാടി കിട്ടുന്നതിനായിട്ട് നമ്മളൊരു 3 മിനിറ്റ് ഇതിന് ഒന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. നമ്മൾ 3 മിനിറ്റ് ഇത് മൂടി വെച്ച് വേവിച്ചു. ഇതിന് ജലാംശം കൂടുതലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക. ഒന്ന് ജസ്റ്റ് നമ്മുടെ പച്ചക്കറികളൊക്കെ ഒന്ന് വരണ്ട് കിട്ടണ പരുവത്തിൽ നമ്മൾ നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ സാലഡ് ശ്രദ്ധിച്ചറിയാം, നമ്മളിട്ട പച്ചക്കറികൾ ബീൻസ് ആണേലും ക്യാപ്സിക്കം ആണേലും ക്യാരറ്റ് ആണേലും എല്ലാം അതിന്റെ ഒറിജിനൽ കളറിൽ തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് അധികമായി വേവിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതിയാവും. നമ്മുടെ ഹാർട്ടിനും ലിവറിനും അതുപോലെ തന്നെ എസ്പെഷ്യലി എടുത്തു പറയേണ്ട ഒരു കാര്യം കിഡ്നിയാണ്. കിഡ്നിക്ക് സപ്പോർട്ട് ചെയ്യുന്ന മരുന്നാകുന്ന ഒരു സാലഡ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എന്നെ ഡയറ്റ് പ്ലാനിന് വേണ്ടി വിളിക്കുന്ന രോഗികളും ചോദിക്കുന്ന ഒരു കാര്യമാണ്, കിഡ്നി പേഷ്യൻസിന് അല്ലെ ക്രിയാറ്റിൻ കൂടുതലുള്ളവർക്ക് എന്ത് കഴിക്കാം എന്ന്, എല്ലാവർക്ക് കഴിക്കാനുള്ള ഒരു ഫുഡ് ചോയ്സ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരു സാലഡ് റെസിപ്പിയാണിത്. വളരെ രുചികരമാണ്, പോഷക സമൃദ്ധമാണ്. നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള കിഡ്നിയും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഹാർട്ടിനൊക്കെ വളരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രിപ്പറേഷനാണിത്. നമ്മുടെയൊക്കെ ഒരു ഡയറ്ററി പ്ലാറ്റേണിൽ ഞാൻ പലരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അവർ രാവിലെ കഴിച്ച അരിപ്പലഹാരങ്ങൾ തന്നെ വൈകുന്നേരത്തേക്ക് മാറ്റിവെച്ച് അത് കഴിക്കും. അല്ലെങ്കിൽ ഉച്ചയ്ക്കുള്ള ചോറും അതിന്റെ കറികളും നമ്മൾ മാറ്റിവെച്ച് വൈകുന്നേരത്തേക്ക് കഴിക്കുക. അതങ്ങനെ വരുമ്പോൾ നമ്മൾ 3 നേരം വളരെയധികം കാർബോഹൈഡ്രേറ്റ്, അന്നജം കൂടുതൽ എടുക്കുക. നമ്മുടെ ഒട്ടുമിക്ക അസുഖങ്ങൾക്കും നമുക്കൊരു കാരണമായിട്ട് കണ്ടെത്തേണ്ട ഒരു കാര്യമാണ് നമ്മൾ കൂടുതലായിട്ട് എടുക്കുന്ന അന്നജം. അതുവരെയുള്ള ഒരു ആൾട്രേഷൻ, അതിനുള്ള ഒരു നല്ലൊരു റെമഡിയാണ് നമ്മുടെ ഈ ഒരു സാലഡ്. നമുക്ക് നമ്മുടെ വൈകുന്നേരങ്ങൾ പോഷക സമൃദ്ധവും രുചികരവും ആക്കുന്നതിന് നമുക്ക് ഈ ഒരു സാലഡ് ഐറ്റം നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. എല്ലാ സാലഡുകളും, ഈ ഒരു സാലഡ് മാത്രമല്ല, സാലഡിലേക്ക് നമ്മളൊന്ന് മാറി ചിന്തിക്കുകയാണെങ്കിൽ, നമ്മുടെ ആഹാര രീതി ഒന്ന് മാറുവാണെങ്കിൽ തന്നെ നമുക്ക് വളരെയധികം ഹെൽത്തിനും ബെനിഫിറ്റ് കിട്ടുന്നതായിട്ട് നമുക്ക് തോന്നാം. വെയിറ്റ് കുറയ്ക്കാനൊക്കെ ട്രൈ ചെയ്യുന്നവർക്കും നല്ലൊരു ഓപ്ഷനാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന സാലഡ്. നമ്മൾ ഒരിക്കലും വണ്ണം കുറയ്ക്കുന്നോ പട്ടിണി കിടന്നുകൊണ്ടായിരിക്കരുത്. നല്ല ആഹാരങ്ങൾ അതിന്റെ കറക്റ്റായ തോതിൽ, കറക്റ്റായ റേഷ്യോയില്, കറക്റ്റായ അനുപാതത്തിൽ കഴിച്ചുകൊണ്ട് മാത്രമേ നമ്മളൊരു ഡയറ്റ് പ്ലാൻ സോർട്ട് ചെയ്യാവുള്ളൂ. ഞാൻ എന്നെ സമീപിക്കുന്നവർക്ക് അങ്ങനെ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ ഒരിക്കലും ബോഡിക്ക് കിട്ടേണ്ട മാക്രോ ന്യൂട്രിയൻസ്, അതായത് പ്രോട്ടീനും ഫാറ്റും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റും അതുപോലെ മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ടുള്ള വിറ്റമിൻസും മിനറൽസ് എല്ലാം നമ്മൾ നമ്മുടെ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉറപ്പാക്കണം. അല്ലെങ്കിൽ നമ്മൾ ഡയറ്റ് ചെയ്ത് വളരെ ക്ഷീണിച്ചു പോകും. പിന്നെ ഒരു റിക്കവറി ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. ഞാൻ എൻ്റെ കുക്കിങ്ങിൽ വെജിറ്റേറിയൻസിന്റെയും നോൺ വെജിറ്റേറിയൻസിനെയും കൺസിഡർ ചെയ്യാറുണ്ട്. നമുക്കറിയാം ഇതിനകത്ത് യാതൊരുവിധ നോൺ വെജിറ്റേറിയൻ ഐറ്റം നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ല. ഇവിടെ കുക്കിംഗ് നിർത്തിക്കൊണ്ട് നമ്മൾ വെജിറ്റേറിയൻസിന് അവർക്ക് പറ്റിയ ഒരു സാലഡായിട്ട് നമുക്കിത് എടുക്കാൻ പറ്റും. ഇതിനൊരു നോൺ വെജ് ആയിട്ടായിട്ട് നമുക്കൊരു സെക്കൻഡ് സ്റ്റെപ്പിൽ താല്പര്യമുള്ളവർക്കും അല്ലെങ്കിൽ നോൺ വെജ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ, അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ നമുക്ക് നല്ലൊരു കംപ്ലീറ്റ് ഫുഡാണ്. എന്ന് വെച്ചാൽ പ്രോട്ടീനും കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുക ചെയ്യുന്നത്. നമുക്കിതിലേക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് ബീഫ് ആഡ് ചെയ്യാം, ചിക്കൻ ആഡ് ചെയ്യാം, മട്ടൺ ആഡ് ചെയ്യാം, പിന്നെ നല്ലപോലെ ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത ഫിഷ് ആഡ് ചെയ്യാം, ചെമ്മീൻ ആഡ് ചെയ്യാം, മുട്ടയാണെങ്കിലും സ്ക്രാമ്പിൾ ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ ഒരു നാല് പച്ചക്കറികൾ, വളരെ പോഷക സമൃദ്ധമായ നമ്മുടെ അസുഖങ്ങളെ വളരെയധികം കുറയ്ക്കുന്ന 4 പച്ചക്കറികളും നമ്മൾക്ക് ആവശ്യമുള്ള പ്രോട്ടീനും അടങ്ങിയ നല്ലൊരു കംപ്ലീറ്റ് ഫുഡായിട്ട് നമുക്കിത് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഇന്നിലേക്ക് ആഡ് ചെയ്യുന്നത് ബീഫാണ്. നമ്മൾ 1/4 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഈ ഒരു മൊത്തം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് 1/4 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ബീഫ് നമ്മൾ നല്ലപോലെ മസിലുള്ള പോർഷനാണ് സെലക്ട് ചെയ്ത് എടുത്തിട്ട് അത് കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുത്തു. അതിൻ്റെ കൂടെ നമ്മൾ ഇട്ടിരിക്കുന്നത് കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട്, ഉപ്പ് ചേർത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കുരുമുളകുണ്ട്, കുറച്ച് മല്ലിപ്പൊടിയും കൊണ്ട് ചേർത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഇടാനായിട്ട് വേവിച്ച് മിൻസ് ചെയ്ത് എടുത്തിരിക്കുന്ന ഇറച്ചി ചെറുതായിട്ടൊന്ന് മൊരിച്ചെടുക്കണം.
അതിലേക്ക് ഞാനൊരു നോൺ സ്റ്റിക് പാത്രം തന്നെ എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ എടുക്കുന്നുള്ളൂ, കൂടുതൽ വെളിച്ചെണ്ണ എടുക്കേണ്ട ആവശ്യമില്ല. 1 സ്പൂൺ വെളിച്ചെണ്ണ തന്നെയാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഞാൻ ഇതിലേക്ക് നമ്മുടെ പാനിലേക്ക് ഇത് ഇറച്ചി മൊരിക്കുന്നതിനായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 3-4 മിനിറ്റ് നമ്മൾ ഒന്ന് എണ്ണയിൽ നോൺ സ്റ്റിക് പാത്രത്തിൽ ഒന്ന് മൊരിച്ചെടുക്കാം. കൂടുതൽ മൊരിക്കണമെന്നുള്ളവർക്ക് കൂടുതലാവാം, എന്നാലും അധികം മൊരിക്കാതിരിക്കുമായിരിക്കും ടേസ്റ്റി. ഇതിന്റെ ടേസ്റ്റ് ഒന്ന് ശരിയാക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ ഈ മിക്സ് ചെയ്ത് ഇറച്ചി ഒരു 3-4 മിനിറ്റ് നമ്മൾ മൊരിക്കുന്നുണ്ട്. മിക്സ് ചെയ്ത ഇറച്ചി നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഇനി നമ്മുടെ സാലഡിലേക്ക് മാറ്റാം. ആദ്യത്തെ സ്റ്റെപ്പിൽ നമുക്കിത് വെജിറ്റേറിയൻസിന്റെ ഒരു സാലഡായിരുന്നു. നമ്മളിത് ഇപ്പം കൺവേർട്ട് ചെയ്ത് നോൺ വെജിറ്റേറിയൻസിനും കഴിക്കാവുന്ന തരത്തിൽ, അവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലൊരു സാലഡായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സാലഡ് കുക്കിംഗ് ഇവിടെ തീരുകയാണ്. നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിന്റെ അളവിലൊക്കെ മാറ്റം ഓരോരുത്തരുടെ ഇഷ്ടങ്ങളെടുത്ത് താല്പര്യങ്ങൾ അനുസരിച്ച് നമുക്ക് മാറ്റിയെടുക്കാം. കുറച്ചോ കൂടുതലൊക്കെ എടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. പിന്നെ അവൈലബിൾ ആയിട്ടുള്ള പച്ചക്കറികൾക്കനുസരിച്ച് നമുക്ക്, കാരണം സാലഡ് പ്രിപ്പറേഷൻ നമുക്ക് ഭയങ്കര ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നമ്മുടെ സാലഡിന് ഞാനിന്ന് നോൺ വെജ് കമ്പണന്റ് ആയിട്ട് ചേർത്തിരിക്കുന്നത് നമ്മുടെ ബീഫാണ്. ബീഫ് മിക്സ് ചെയ്താണ്. നമുക്ക് മോഡറേറ്റ് ആയിട്ട് കിഡ്നി പേഷ്യൻസിന് പോലും ബീഫ് എടുക്കാം, റെഡ് മീറ്റ് എടുക്കാം. പക്ഷെ പേടിയുള്ളവർ അങ്ങനെ ചെയ്യണ്ട. അതിന് പകരം ലീൻ മീറ്റ് ആയിട്ട് ചിക്കൻ ചേർന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. നമ്മുടെ സാലഡ് പ്രിപ്പറേഷൻ ഇവിടെ തീരുകയാണ്. ഡയറ്ററി അഡ്വൈസ് വേണമെന്നുള്ളവര്, ഓരോ രോഗാവസ്ഥയെ കുറിച്ചുള്ള ഡയറ്ററി അഡ്വൈസ് വേണമെന്നുള്ളവർ നമ്മൾ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിൽ വിളിക്കുക.